ഹായ് ഓൾ, വെൽക്കം ടു കോമഡി റാക്കാർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്കിന്ന് കേറ്ററ്റ് സൈക്കോളജിയിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ്, മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ആപ്പ്, നമ്മുടെ CCയുടെ ആപ്പ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ CCയുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് കിട്ടും. അതുകൂടാതെ ഡെയിലി ക്വിസ്, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PDF, അതുകൂടാതെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ് അടക്കം ഉണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കേറ്ററ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷ്യം അല്ലെ, അടുത്ത ലക്ഷ്യം നമുക്കറിയാം. ഇപ്പോൾ സർവീസ് ബാച്ചുകാരുടെ ആ ഒരു എക്സാമിൻ്റെ അത് ഡേറ്റ് നീട്ടി അല്ലേ, ഡേറ്റ് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് സമയം കൂടി ഉണ്ട് അല്ലേ. അതുകൂടാതെ നമുക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന നോർമൽ ആയിട്ടുള്ള ആ ഒരു കേറ്ററ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആ ഒരു ഓഗസ്റ്റ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വിളിക്കാനായിട്ട് സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ തന്നെ ഇപ്പോഴേ തൊട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 1, 2, 3 നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കോളാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഡെവലപ്മെന്റ് സ്റ്റേജസുകൾ അല്ലെ, വികാസ ഘട്ടങ്ങൾ നമ്മൾ ആദ്യം തന്നെ എന്താണെന്ന് പഠിക്കുക. അപ്പോൾ വികാസം എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കണം, നമുക്ക് ഗ്രോത്തിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും അതുകൂടെ നമ്മുടെ ബിഹേവിയറിലും ഒക്കെ വരുന്ന ആ ഒരു ചേഞ്ചസ്, നോളജിലൊക്കെ വരുന്ന ആ ഒരു ചേഞ്ചസ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വികാസം അല്ലെ, ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. വികാസം എന്ന് പറയുന്നത് വോംബ് ടു ടോംബ് ആണ് അല്ലെ, വോംബ് ടു ടോംബ് ആണ്. അതായത് ഗർഭപാത്രം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ആ കൺസീവ് ആകുന്ന സമയം തൊട്ട് നമുക്ക് എന്താണ് നമ്മൾ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അല്ലെ, അപ് ടു എന്താണ് ഡെത്ത് വരെ അല്ലെ, ടോംബ് അല്ലെങ്കിൽ മരണം വരെ ഉള്ള ഒന്നാണ് വികാസം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിന്റെ സ്റ്റേജസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീ നാറ്റൽ സ്റ്റേജ് ഉണ്ട് അല്ലെ, അതായത് പ്രാഗ് ജന്മം എന്ന് പറയുന്നത്. പ്രാഗ് ജന്മം അതായത് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനെ തന്നെ നമ്മൾ എന്താണ് വീണ്ടും 3 ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ, അതായത് പ്രാഗ് ജന്മത്തിനെ നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് വൺ ബീജാങ്കുരണ ഘട്ടം അല്ലെ, ബീജാങ്കുരണ ഘട്ടം അതായത് ഗർഭധാരണം മുതൽ 2 വീക്സ് വരെ അല്ലെ, 2 വീക്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബീജാങ്കുരണ ഘട്ടം എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഭ്രൂണഘട്ടം. ഇതിന്റെ പ്രത്യേകത എന്താണ്? 2 വീക്ക് തൊട്ട് 10 വീക്ക് വരെ അല്ലെ, 10 വീക്ക് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മുടെ ഭ്രൂണഘട്ടം എന്ന് വിളിക്കുന്നത് അല്ലെ. 10 വീക്ക് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഭ്രൂണഘട്ടം എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗർഭഘട്ടം. ഗർഭഘട്ടം എന്ന് പറയുന്നത് 10 വീക്ക് തൊട്ട് അപ് ടു ആ ബർത്ത് വരെയുള്ള കാലം അല്ലെ, ആ ഒരു ജനന നിമിഷം വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഗർഭഘട്ടം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, അവിടെ എന്തൊക്കെയാ പറഞ്ഞത്, അതായത് ബീജാങ്കുരണ പ്രാഗ് ജന്മം പ്രീനാറ്റൽ സ്റ്റേജ്, ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം എന്ന് 3 ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അതിന് ബീജാങ്കുരണ ഘട്ടം എന്ന് പറയുന്നത് ഗർഭധാരണം മുതൽ 2 വീക്സ് വരെ. ഇനി ഭ്രൂണഘട്ടം എന്ന് പറയുന്നത് 2 വീക്സ് മുതൽ 10 വീക്ക് വരെ. ഗർഭഘട്ടം എന്ന് പറയുന്നത് 10 വീക്ക് തൊട്ട് ജനന നിമിഷം വരെ എന്നുള്ളത്. അപ്പൊ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കാൻ ചാൻസ് അങ്ങനെ ഉള്ള ഒരു ഏരിയ അല്ല. പക്ഷെ എന്നാലും നമുക്ക് പഠിക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റേജ് തൊട്ടാ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്നതാണ് ജനനാന്തര ഘട്ടം, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് എന്ന് പറയും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതായത് ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം അല്ലെ, ജനനം മുതൽ അങ്ങോട്ടേക്കുള്ള കാലഘട്ടം. ഇനി ഇതിനെ തന്നെ നമ്മൾ എന്താണ് ഫസ്റ്റ് വൺ ഇൻഫൻസി അല്ലെ, ശൈശവമായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ജനനം മുതൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 വർഷം വരെയാണ് നമുക്ക് എന്തായിട്ട് കാണുന്നത്, ശൈശവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഓർത്ത് വെച്ചോളാം, ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം, 2 or 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ശൈശവം, ഇൻഫൻസി എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബാല്യം. ബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ബാല്യം എന്ന് വിളിക്കുന്നത്. അതായത് ചൈൽഡ്ഹുഡ് അല്ലെ, ചൈൽഡ്ഹുഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ചൈൽഡ്ഹുഡിനെ തന്നെ നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. അതായത് ആദിബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം ഓർ പിൽക്കാല ബാല്യം എന്ന് പറയും അല്ലെ, പിൽക്കാല ബാല്യം. ഇനി ആദിബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയും, ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ 3 മുതൽ 6 വയസ്സ് വരെയും. ദെൻ നെക്സ്റ്റ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 മുതൽ 9 വയസ്സ് വരെയും അല്ലെ, 6 മുതൽ 9 വയസ്സ് വരെയും. ഇനി ദെൻ നെക്സ്റ്റ് അന്ത്യബാല്യം എന്ന് പറയുന്നത് 9 മുതൽ 12 വയസ്സ് വരെയും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയും അല്ലെ, 3 മുതൽ 6 വയസ്സ് വരെയും.
ദെൻ നെക്സ്റ്റ് മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 മുതൽ 9 വയസ്സ് വരെ. ഇനി അന്ത്യബാല്യം എന്ന് പറയുന്നത് 9 മുതൽ 12 വയസ്സ് വരെ. ഇനി അതിനുശേഷം വരുന്നതാണ് അഡോളസൻസ്, അതായത് കൗമാരം അല്ലെ, കൗമാര കാലഘട്ടം 12 മുതൽ 18 ഓർ 20 വയസ്സ് വരെയുള്ള, 18 തൊട്ട് അങ്ങോട്ട് 20 വയസ്സുള്ള കാലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? കൗമാരം, അഡോളസൻസ് എന്ന് വിളിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യൗവനം, അഡൾട്ട്ഹുഡ്, 20 മുതൽ 50 വയസ്സ് വരെയുള്ളതാണ് യൗവനം. ദെൻ നെക്സ്റ്റ് വാർദ്ധക്യം, 50 വയസ്സിന് ശേഷമുള്ളതാണ് വാർദ്ധക്യം. ഇവിടെ നമ്മൾ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ശൈശവം. ശൈശവത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് പഠിക്കാം. ഇനി ദെൻ നെക്സ്റ്റ് ശൈശവത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമോഷണലി എന്തൊക്കെയാണ് വരുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്, അതുപോലെ കോഗ്നേറ്റീവ് ആയിട്ട് ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്, സോഷ്യൽ ആയിട്ട് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് വരുന്ന ആ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പഠിക്കാം. ദെൻ നെക്സ്റ്റ് ബാല്യം, ബാല്യത്തിൽ ആദ്യബാല്യത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്നും അതുകൂടാതെ വിശേഷണങ്ങൾ. നമുക്കറിയാം കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന പല വിശേഷങ്ങളും പല സ്റ്റേജസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതവിടെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് മധ്യബാല്യം, അന്ത്യബാല്യം ഓർ പിൽക്കാല ബാല്യം, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. വെരി വെരി ഇമ്പോർട്ടന്റ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ശൈശവത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും പ്രവർത്തന നിരതമാകാനുള്ള കാലഘട്ടം അല്ലെ, അതായത് 0 മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ശൈശവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും പ്രവർത്തന നിരതമാകാനായിട്ടുള്ള താല്പര്യമാണ്. അതുകൂടാതെ അനുകരിക്കും, അച്ഛനെയും അമ്മേനെയൊക്കെ അനുകരിക്കും, സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനൊക്കെ എന്തിനേയും അനുകരിക്കും. ഇനി ഭയങ്കര ജിജ്ഞാസയായിരിക്കും, എന്താണ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടുള്ള ജിജ്ഞാസയായിരിക്കും. പിന്നെ എന്താണ് ചലനാത്മകതയായിരിക്കും, ഇപ്പോഴും എന്താണ് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പിന്നെ ദെൻ ആശ്രിതത്വം, ആരെങ്കിലൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ദെൻ നെക്സ്റ്റ് ദ്രുതഗതിയിലുള്ള വളർച്ച, പെട്ടെന്നുള്ള ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് ഭാഷാശേഷി വികാസം ആരംഭിക്കും, അതായത് പതിയെ പതിയെ നമുക്ക് ഒരു 5-8 മാസമൊക്കെ ആകുമ്പോൾ 8-9 മാസം ആകുമ്പോഴത്തേനും ചെറിയ ഒരു ബബ്ലിങ് കൂയിങ് അങ്ങനെ ആ ഒരു ഭാഷാശേഷിയിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യും അവിടെ കണ്ടു തുടങ്ങും. പിന്നെ ഒരു 1-2 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു ചെറിയ വേർഡ്സുകൾ സെന്റൻസ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എവിടെയാണ്? നമുക്ക് ശൈശവത്തിലാണ് അല്ലെ. സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ദെൻ നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അഹം കേന്ദ്രീകൃത ചിന്തനം, ഈഗോ സെൻട്രിക് തോട്ട് അല്ലെ. ഞാൻ എന്റേത്, അമ്മ എന്റെ, അച്ഛൻ എന്റെ, ചേട്ടൻ എന്റെ, അനിയൻ എന്റെ, അച്ഛമ്മ എന്റെ, അമ്മാമ എന്റെ അല്ലെ, അച്ചാച്ചൻ എന്റെ എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്റെ കളിപ്പാട്ടം എന്റേത് മാത്രം, വേറെ ആർക്കും ഞാൻ ഷെയർ ചെയ്യില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈഗോ സെൻട്രിക് തോട്ട് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഭാവനാ ലോകത്താണ്, ഒരു ഇമാജിനേഷൻ ലോകത്ത് തന്നെയാണ് ഇവര് വരുന്നത്. ഇമാജിനേഷൻ ലോകത്താണ് ആര് വരുന്നത്? ഈ ശൈശവത്തിലുള്ള കുട്ടികൾ വരുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറും. അതായത് അവിടെ വികാരം നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, അതായത് പെട്ടെന്ന് കരയാൻ തോന്നി എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചിരിക്കും അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചിരിക്കുന്ന പ്ലഷർ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരയും അല്ലെങ്കിൽ ചിരിക്കും. അങ്ങനെ വികാരങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറി മറിയും. ഇനി അതുകൂടാതെ ഇവിടെ നമുക്ക് സാഹചര്യം നോക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? സാഹചര്യം നോക്കാതെ ആ ഒരു വൈകാരിക പ്രതിഷേധങ്ങൾ അവിടെ കുട്ടികൾ പ്രകടിപ്പിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പൊ അമ്പലത്തിൽ ഉത്സവത്തിന് പോയി എന്നെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു, അച്ഛൻ പറയാതെ വാങ്ങിച്ചു കൊടുക്കില്ല, അപ്പൊ അവിടെ ഉരുണ്ട് വരണ്ട് കിടന്ന് കരയും അല്ലെ. അപ്പൊ സാഹചര്യം നോക്കാതെ അവിടെ എത്ര ആൾക്കാരുണ്ടെന്നൊന്നും നോക്കൂല, ആ കുട്ടിയുടെ ആഗ്രഹം അവിടെ സാധിച്ചു കിട്ടണം. അപ്പൊ സാഹചര്യം നോക്കാതെ അവിടെ കിടന്ന് ഒച്ച വിളിച്ച് അല്ലെങ്കിൽ അലറി കരയുന്നതാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെ അവിടെ കുട്ടി അത് പ്രകടിപ്പിക്കും. ദെൻ നെക്സ്റ്റ് ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള വ്യഗ്രത അല്ലെ. ആ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഭയങ്കര വ്യഗ്രതയായിരിക്കും. അതുകൂടാതെ വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ കുട്ടികൾക്ക്. ശ്രദ്ധാദൈർഘ്യം കുറവാണ്, അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി കുറവ്, അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടല്ല അവിടെ എന്താണ് ചിന്തിക്കുന്നത്, ഏതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ. കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ കുട്ടികൾ എല്ലാ കാര്യങ്ങളോട് ചിന്തിക്കുന്നത്. അത് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം, വിശ്വാസം, ഇതിനെപ്പറ്റി ഒന്നും ആ കുട്ടിക്ക് അറിയില്ല. അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി ഒന്നും എന്താണ് ആ കുട്ടികൾക്ക് അവിടെ ഇല്ല. അതാണ് അവിടെ പറയുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ശൈശവം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏർലി ആ ഒരു കാലഘട്ടം, ശൈശവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അമ്മയാണ് ആ കുട്ടിയുടെ സാമൂഹികമായിട്ടുള്ള ഒരു ഇത് അല്ലെ. അതുകൂടാതെ ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ കരയുമ്പോഴൊക്കെ അമ്മ വരും അല്ലെ, അല്ലെങ്കിൽ ഉറങ്ങാൻ അമ്മ, പാല് കൊടുക്കാൻ അമ്മ. അപ്പൊ അമ്മയാണ് ആ കുട്ടിയുടെ ആദ്യത്തെ ഒരു സോഷ്യലൈസ്ഡ് ഏജന്റ് എന്ന് പറയുന്നത്. അമ്മയിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, മറ്റു ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾ കാണുന്നതും അറിയുന്നതും എല്ലാം തന്നെ. അപ്പൊ അവിടെ
അമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു തിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആദ്യബാല്യം. ബാല്യത്തിൽ തന്നെ ആദ്യബാല്യം. ആദ്യബാല്യത്തിൽ കുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിൽ താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രവർത്തനക്ഷമമാകുന്നു. ഇനി നെക്സ്റ്റ് ശാരീരിക വൈജ്ഞാനിക, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, അതായത് ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പ്രവണത എന്ത് ചെയ്യും, അവിടെ കുറഞ്ഞു വരും. അപ്പൊ നമുക്കറിയാം ആദ്യ ബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ് അല്ലെ. അപ്പൊ സ്വയം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങും, അതുകൂടാതെ സ്വന്തമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനായിട്ടൊക്കെ തുടങ്ങും അല്ലെ. അതുകൂടാതെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഇടാനായിട്ടൊക്കെ, ബട്ടൺസ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന, ടോയ്ലറ്റ് ട്രെയിനിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ശാരീരികം ജൈവികപരമായിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ അന്യരെ സഹായിക്കുന്ന പ്രവണത കുറയുന്നു. നെക്സ്റ്റ് ജന്തുകഥകൾ, താളപ്രധാനമായിട്ടുള്ള ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ എന്താണ് സചേതനം, അതായത് ജീവനുണ്ട് അല്ലെ, ജീവനുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അനിമിസ്റ്റിക് ചിന്താഗതി അല്ലെ, അനിമിസ്റ്റിക് ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏത്, ഈ ആദ്യ ബാല്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അനുകരണവാസന അല്ലെ, ഇമിറ്റേഷൻ അവിടെ വരും, ഇമിറ്റേഷൻ വരും. നെക്സ്റ്റ് കൂടുതൽ ജിജ്ഞാസ, നമ്മൾ ശൈശവത്തിലേക്ക് കുറച്ചുകൂടി ജിജ്ഞാസയായിരിക്കും, എന്താണ് അവിടെ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ അവരെന്താ പറഞ്ഞത് എന്നറിയാനായിട്ടുള്ള ആ ഒരു ജിജ്ഞാസയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത്. ഇനി അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മുതിർന്നവരോട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെന്താ അമ്മ അങ്ങനെ, ഇതെന്താ ഈ അമ്മ എങ്ങനെ, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അതെന്താണ്, ഇങ്ങനെയാണോ അങ്ങനെയാണോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും അവിടെ ചോദിക്കും അല്ലെ. മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ അവിടെ ചോദിക്കും. ഇനി അതുകൂടാതെ ബുദ്ധിവികാസം കൂടുതൽ ത്വരിതപ്പെടുന്നു. അതുകൂടാതെ വൈകാരിക പ്രകടനം എന്ന് പറഞ്ഞാൽ മാറി മറിയുന്ന വൈകാരിക പ്രകടനം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് മധ്യബാല്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ, ഇതിൽ മെൻഷൻ ചെയ്യാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, മധ്യബാല്യത്തിന്റെ പ്രകൃതവും സവിശേഷതകളും. നോക്കിക്കേ, യുക്തിപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു, യുക്തിപരമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ കുറച്ചുകൂടി എന്താണ് വലുതായി അല്ലെ. മധ്യബാല്യം എന്ന് പറയുമ്പോൾ 6 മുതൽ 9 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് അല്ലെ, 6 മുതൽ 9 വയസ്സ് വരെ. അപ്പൊ കുറച്ചുകൂടി എന്താണ് യുക്തിപൂർവ്വം അവിടെ ചിന്തിക്കി തുടങ്ങുന്നു. അതുകൂടാതെ വീരകഥകള്, ജന്തുകഥകള് ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ഫലിതബോധമുള്ള സന്ദർഭങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കഴിയുന്നു. പിന്നെ ഇമാജിനേഷൻ ലോകത്തുനിന്ന് പതിയെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വിടുതൽ വാങ്ങി ഒരു ഇമാജിനറി ലോകത്ത് നിന്ന് ഏറെക്കുറെ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു തുടങ്ങുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അന്ത്യബാല്യം. അന്ത്യബാല്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ത്യബാല്യത്തിന്റെ പ്രായം ഓർക്കണം, 9 മുതൽ 11 അല്ലെങ്കിൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, അന്ത്യബാല്യം ഓർ പിൽക്കാല ബാല്യം. പിൽക്കാല ബാല്യം എന്ന് പറഞ്ഞാലും അവിടെ ശരിയാണ്. അപ്പൊ അവിടെ സാമൂഹിക ബോധം കുറച്ചുകൂടി, അതായത് സോഷ്യൽ ആയിട്ട് കുറച്ചുകൂടി ആ കുട്ടി എന്ത് ചെയ്യും അവിടെ അഡാപ്റ്റ് ആവും. അപ്പൊ അവിടെ കൂടുതൽ ആ സാമൂഹിക അവബോധം അവിടെ വികസിക്കുന്നു. അതുകൂടാതെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പെരുമാറുന്നുണ്ട്. കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി, മിഡിൽ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ആ കുട്ടി അവിടെ പെരുമാറുന്നു. അതുകൂടാതെ പഠനത്തിലും കളികളിലും മത്സരബോധം അവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കുട്ടികളുടെ സോഷ്യലൈസ്, അതായത് വീട്ടിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിലേക്കൊക്കെ അല്ലെ, മധ്യബാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഏർലി ചൈൽഡ്, മിഡിൽ ചൈൽഡ്ഹുഡ് ഒക്കെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു സ്കൂളിലേക്ക് പോകും. അപ്പൊ അവിടെ സോഷ്യലൈസ്ഡ് ഏജൻസി അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ അവിടെ കുറച്ചുകൂടി അവിടെ ഡീപ്പ് ആവുന്നുണ്ട് അല്ലെ. പഠനത്തിലും കളികളിലും മത്സരബോധം ഒക്കെ അവിടെ വർദ്ധിക്കുന്നു. ഇനി വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം. ഇനി വീരാരാധന പ്രബലമാകുന്നു, അത് ഓർത്തു വയ്ക്കുക കേട്ടോ. വീരാരാധന പ്രബലമാകുന്ന കാലഘട്ടം. ഇനി നെക്സ്റ്റ് കായിക രംഗത്ത് ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. സമപ്രായ സംഘപ്രവർത്തനങ്ങൾ, പീർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അവിടെ കൂടുന്നു. അതുകൂടാതെ ശാസ്ത്രീയ ചിന്ത, ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭാഷാശേഷികളിൽ നിപുണത, ഇതൊക്കെ അവിടെ നേടുന്നുണ്ട്. അതുകൂടെ സ്ഥിരതയാർന്ന വൈകാരികപ്പെടും. നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ശൈശവത്തിലൊക്കെ കാണുന്ന പോലെ ഒരു അസ്ഥിരതയാർന്ന ഒരു വൈകാരിക പ്രകടനം ആയിരിക്കില്ല. സ്ഥിരതയാർന്ന ഒരു വൈകാരിക പ്രകടനങ്ങളിലേക്ക് അവിടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്രയും ഏറ്റവും ചുരുക്കിയായിട്ടുള്ള കുറേ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ടും ചുരുക്കി ആയിട്ടുള്ള കുറച്ച് സവിശേഷതകളാണ് പറഞ്ഞത്. അപ്പം ഇതിലല്ലാത്ത
ഒട്ടനവധി നമ്മൾ ഇതിനകത്ത് പറയാത്ത ഒട്ടനവധി സവിശേഷതകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഷുവറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, അതായത് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടിയുടെ വികാസഘട്ടത്തെ വിളിക്കുന്ന പേര് ഏത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യമേ തന്നെ ഇവിടെ ഓർത്ത് വെക്കണം, പ്രീ പ്രൈമറി കാലം ഏത് എന്നവിടെ ഓർത്ത് വെക്കണം. അതായത് പ്രീ പ്രൈമറി 3 മുതൽ 6 വയസ്സ് വരെ അല്ലെ, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് മുന്നുള്ള 3 മുതൽ 6 വയസ്സ് വരെയാണ് പ്രീ പ്രൈമറി കാലം. അപ്പൊ അത് ഏത് കാലഘട്ടമായിരിക്കാം? അതായത് ആദിബാല്യം അല്ലെ. ആദിബാല്യത്തിന്റെ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയാണ് അല്ലെ. മിഡിൽ ചൈൽഡ്ഹുഡ് 6 മുതൽ 9 വയസ്സ് വരെ, ലേറ്റർ ചൈൽഡ്ഹുഡ് 9 മുതൽ 11 or 12 വയസ്സ് വരെ. അപ്പോൾ ഇവിടെ ആദ്യബാല്യത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രീ പ്രൈമറി ആ ഒരു കാലഘട്ടം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. കുട്ടിക്കാലത്തിലെ ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശൈശവം, ആദിബാല്യകാലം, പിൽക്കാല ബാല്യം, മധ്യബാല്യം. ഏതാണ്? ആദിബാല്യത്തിനെയാണ് നമ്മൾ എന്താണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത് അല്ലെ. കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ആദി ബാല്യ കാലഘട്ടത്തിനെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, മടിയൻ പ്രായം എന്നറിയപ്പെടുന്ന കാലഘട്ടം സ്ലോപ്പി ഏജ് അല്ലെ. സ്ലോപ്പി ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? സ്ലോപ്പി ഏജ് ഏതായിരിക്കാം? പിൽക്കാല ബാല്യത്തിനെയാണ് നമ്മൾ സ്ലോപ്പി ഏജ്, മടിയൻ ബാല്യം അല്ലെങ്കിൽ മടിയൻ പ്രായം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോളാം, മടിയൻ പ്രായം എന്നറിയപ്പെടുന്ന കാലഘട്ടം സാധാരണയായി ഏത് വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അവിടെ പിൽക്കാല ബാല്യം ഓർ നമുക്ക് എന്ത് പറയും? ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെ. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയും. ലേറ്റർ ചൈൽഡ്ഹുഡ് അതായത് നമുക്ക് 9 മുതൽ 11 or 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡ്, പിൽക്കാല ബാല്യം അല്ലെങ്കിൽ അന്ത്യബാല്യം എന്നൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വികാസ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഇവിടെ നോക്കിക്കേ, വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് കണ്ടിന്യൂസ് ആണ്. അതായത് വോംബ് ടു ടോംബ് ആണ് അല്ലെ. വോംബ് ടു ടോംബ് അതായത് മരണം വരെ ഉള്ളതാണ്. അതായത് നമുക്ക് ആ കൺസീവിങ് ആവുന്ന സമയം തൊട്ട് മരണം വരെ നമുക്ക് എന്താണ് വികാസം സംഭവിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ വ്യത്യാസം വരും, അതുകൊണ്ട് നമ്മുടെ ബിഹേവിയറിൽ വ്യത്യാസം വരും അല്ലെ. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഇങ്ങനെ അബ്സോർവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മരണം വരെ. അപ്പൊ വികാസം എന്ന് പറയുന്നതാണ് അനുസ്യൂതമാണ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ്, വികാസം ഗതി നിയമം പാലിക്കുന്നു. ഏതായിരിക്കാം? ഡെവലപ്മെന്റ് ഈസ് ഡയറക്ഷണൽ. ഏതാണ്? സെഫലോകോഡൽ അല്ലെ. കോഡൽ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുന്ന 2 മെയിൻ ആയിട്ടുള്ള ഗതി നിയമമാണ് പാലിക്കുന്നത്. ഈ സെഫലോകോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെഡ് ടു ഫുട്ട് അല്ലെ. ഹെഡ് ടു ഫുട്ട് അതായത് തല മുതൽ പാദം വരെ. അതായത് ആദ്യ സമയത്ത്, അതായത് ഒരു 1 month ഒക്കെ ആവുന്നതിന് കുട്ടിയുടെ തലയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല, തല കിടന്നിങ്ങനെ ആടും. പതിയെ അത് ആടി ഉറച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഒക്കത്ത് വെക്കാറാവുന്നത്. പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യും? കമന്ന് വീഴും, നീന്തും, ഇരിക്കും, മുട്ടുകുത്തും, എഴുന്നേറ്റ് നിൽക്കും, നടക്കും അല്ലെ. അപ്പൊ ആ കുട്ടിയുടെ വികാസം തലയിൽ നിന്ന് പാദത്തിലേക്കാണ് പോകുന്നത് അല്ലെ. അതാണ് ഹെഡ് ടു ഫുട്ട് എന്ന് പറയുന്നത്. ഇനി പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ ടു പെരിഫറി അല്ലെ. സെൻട്രൽ ടു പെരിഫറി അതായത് മധ്യഭാഗത്തു നിന്നുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഇരുവശങ്ങളിലേക്കാണ് പോകുന്നത് അല്ലെ. അതിനാണ് സെൻട്രൽ ടു പെരിഫറി എന്ന് പറയുന്നത്. അതാണ് പ്രോക്സിമോഡിസ്റ്റൽ. ഈ ഗതി നിയമമാണ്, 2 ഗതി നിയമമാണ് മെയിൻ ആയിട്ട് പാലിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. അതായത് നമുക്കറിയാം, ഒന്ന് ചേർന്നാണ് മറ്റൊന്നുണ്ട്. സെൻസേഷൻ ചേർന്ന് എന്തുണ്ടാകും? പെർസെപ്ഷൻ ഉണ്ടാകും അല്ലെ. അപ്പൊ ഒന്ന് ചേർന്നാണ് മറ്റൊന്നുണ്ടാകുന്നത്. അങ്ങനെ അത് രണ്ടും ചേർന്ന് മറ്റൊന്നുണ്ടാകുന്നു. അപ്പൊ അത് സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ഈസ് ക്യുമുലേറ്റീവ്. ഇനി നെക്സ്റ്റ് എന്താണ്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ആദ്യം ഒരു കുട്ടി എന്താണ് ജനറൽ ആയിട്ടാണ് എന്ത് കാര്യത്തിനോട് പ്രതികരിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യും? അത് പതിയെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകും. അതായത് പണ്ട് ചെറുപ്പത്തിൽ അല്ലെ, കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ശൈശവത്തില് ഒരു സന്തോഷം വരുമ്പോൾ ശരീരമൊക്കെ ഇളക്കി ഹ എന്നൊക്കെ പറഞ്ഞിരിക്കും അല്ലെ. വലുതായി കഴിയുമ്പോൾ അങ്ങനെ ശരീരമൊക്കെ ഇളക്കി ചിരിക്കോ? ഇല്ല. വളരെ എന്തെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് ചിരിക്കും അല്ലെ. വളരെ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടും. അതിനെയാണ് നമ്മൾ അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള പെരുമാറ്റത്തിലേക്ക് അവിടെ പോകുന്നു. അതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേന എടുക്കാൻ പോയി വിചാരിക്കുക, കുഞ്ഞുകുട്ടി ശരീരമൊക്കെ ഇളക്കി 5 വിരലും കൊണ്ടാണ് അത് എടുക്കുന്നത് അല്ലെ. ജനറൽ ആയിട്ട് പോകുന്നത്.
ഇനി വലുതായി കഴിയുമ്പോൾ 2 വിരലും കൊണ്ട് ആ സാധനം നമുക്ക് അങ്ങോട്ട് പൊന്തിച്ചെടുക്കും അല്ലെ. അതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി പാരമ്പര്യം, അതായത് അവൻ അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെയാണ്, അച്ഛനെ പോലെ തന്നെ, അച്ഛന്റെ നടത്തം, അച്ഛന്റെ കൈ അല്ലെ, അതുപോലെ തന്നെ അച്ഛന്റെ മുടിയാണ്, അമ്മയുടെ ആ ഒരു നിറമാണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അത് ഹെറിഡിറ്ററി, ജീനുകൾ വഴിയും DNA വഴിയൊക്കെ മാറി കിട്ടുന്നതാണ് ഏത്, ഈ ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഇനി അതിലൂടെ വളർന്നു വന്നാൽ മാത്രം മതിയോ, പോരാ അല്ലെ. അതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി എൻവിറോൺമെന്റും അതിനനുസരിച്ചിരിക്കണം. നമ്മുടെ എൻവിറോൺമെന്റ് മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്, അസുഖമുള്ള ഏരിയാസ് ആണെങ്കിൽ ആ ജനിച്ചു വീഴുന്ന കുട്ടികൾക്കും അതിനനുസരിച്ചുള്ള ആ ഒരു അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ അതാണ് എൻവിറോൺമെന്റ് കൂടി അവിടെ എന്താണ് നോക്കണം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് എന്താണ്, വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. അതായത് ഡെവലപ്മെന്റ് ഈസ് സം ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. അതായത് നമുക്ക് ഓരോ മെച്ചുറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതായത് കുട്ടികൾ എന്താ ഒരു എഴുന്നേറ്റ് അല്ലെങ്കിൽ ഓരോ ഇത്ര വയസ്സാകുമ്പോൾ, അതായത് ഇപ്പോൾ 1 വയസ്സാകാറാകുമ്പോൾ നടന്നു തുടങ്ങും അല്ലെ, ഇത്ര വയസ്സാകുമ്പോൾ സംസാരിച്ചു തുടങ്ങും. ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് അങ്ങനെയാണ് അല്ലെ, ആ ഒരു മെച്ചുറേഷന്റെ സമയത്താണ്. ഇനി അങ്ങനെ മെച്ചുറേഷൻ സമയത്ത് തന്നെ ചെയ്തോളും എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ മതിയോ, വേണ്ട, പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എന്ത് വേണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, പഠനത്തെയും അല്ലെങ്കിൽ പഠനവും അവിടെ നടക്കണം. അതിനനുസരിച്ചാണ് കുട്ടികൾ ഓരോ ഇറേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തും. അതിനനുസരിച്ച് കുട്ടികൾ എന്താണ് ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തു പോകും. ദെൻ നെക്സ്റ്റ്, വികാസം രേഖീയമല്ല, മറിച്ച് എന്താണ്, ചാക്രികമാണ് അല്ലെ, സ്പൈറൽ ആണ്, രേഖീയമല്ല. ഇറ്റ്സ് നോട്ട് എ ലീനിയർ ബട്ട് സ്പൈറൽ. അതെന്താ അങ്ങനെ പറയാൻ കാരണം, അത് നമ്മുടെ ഓരോ ഡെവലപ്മെന്റ് നടക്കുന്നത്, അതായത് ചില സമയത്ത് അതായത് ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഒരു 80% എന്താണ് വളർച്ച വന്നിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം ഒരു മന്തി ഭാവമായിരിക്കും. ദെൻ അതിനുശേഷം നമുക്കൊരു അഡോളസൻ സ്റ്റേജിലായിരിക്കും പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു വികാസം വീണ്ടും എന്താണ് അവിടെ ഉണ്ടാകുന്നത്, ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ റിലേറ്റഡ് ആണ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റുമായിട്ടും, മോറൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ടും, ഇമോഷണൽ ഡെവലപ്മെന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്താണ്, കണക്റ്റഡ് ആണ്. ഇപ്പൊ അതിന് ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളൊരു കുട്ടി, അതായത് ഇപ്പൊ എന്തെങ്കിലും സ്റ്റാമറിങ്, വിക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടി ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കുട്ടിക്ക് സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതായത് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും എന്നെ കളിയാക്കും അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നുള്ള ആ ഒരു ഇഷ്യൂ ആയിരിക്കും ആ കുട്ടിക്ക് വരുന്നത്. അപ്പൊ അത് ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഇനി അത് പതിയെ എന്താണ്, നമ്മുടെ ഇമോഷണൽ, ആ കുട്ടി ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. അയ്യോ എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ഇമോഷണലി ആ കുട്ടി ഭയങ്കര ഡൗൺ ആയിരിക്കും. അത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ ബാധിക്കും. അതാണ് പരസ്പരം എന്താണ്, കണക്റ്റഡ് ആണ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വരുന്നതാണ്, വികാസം പ്രവചനീയമാണ്, പ്രെഡിക്റ്റബിൾ. അതായത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. എൻ്റെ മകൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെങ്കിൽ അവൾ ഭാവിയിൽ നല്ലൊരു പാട്ടുകാരിയായിട്ട് മാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ എൻ്റെ മകൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാൻസ് കളിക്കാരിയായിട്ട് വരുമെന്ന് പ്രവചിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നല്ല മാത്സ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നല്ലൊരു മാത്തമാറ്റീഷ്യനായിട്ട് വരും എന്ന് പ്രവചിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസമുണ്ട്. ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് നമുക്കറിയാം, ഒരാൾക്ക് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് 1, 2 തവണ പറഞ്ഞു കൊടുക്കണം അല്ലെ. 2, 3 തവണ പറഞ്ഞു കൊടുത്താൽ ആ കാര്യം തലയിൽ കയറുള്ളൂ. അപ്പൊ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. അതായത് നമുക്ക് ആ ഒരു കൺസീവിങ് ആവുന്ന സമയത്ത് അമ്മയുടെ ആരോഗ്യം അല്ലെ, മാനസികാരോഗ്യം, അതുകൂടാതെ ആ അമ്മയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ആരോഗ്യമൊക്കെ നല്ല രീതിയിലായിരുന്നാലാണ് പിന്നീട് ജനിച്ചു വരുന്ന കുട്ടികൾക്ക് എന്താണ്, നല്ല രീതിയിൽ ആ ഒരു ഡെവലപ്മെന്റ് നടക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഡിറ്റർമിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വളർച്ചയുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നു. ഇനി വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. വളർച്ച ജനനം മുതൽ മരണം വരെയുള്ള നിരന്തര പ്രക്രിയയാണ്. വളർച്ച ഗുണാത്മകമായ ഒരു മാറ്റമാണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ശരി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും പ്രസ്താവന? 1ഉം 2ഉമാണ് അവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ. വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നുണ്ട്. വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ഈ വളർച്ച വന്നു എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് എന്താണ്, വികാസം ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കും എന്ന് സാധിക്കില്ല അല്ലെ. അപ്പൊ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. അതാണ് വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട്. ഇനി വളർച്ച പഠനത്തിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. അത് നന്നായിട്ട് നോർമലി ഉള്ളൊരു കുട്ടിയായിരിക്കും. ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാംഗ്വേജ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു
കൊഗ്നിറ്റീവ് ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷെ ആ കുട്ടിയുടെ വളർച്ച നോർമലായിരിക്കും, സാധാരണ ഒരു കുട്ടിയെ പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. വളർന്നു എന്ന് വിചാരിച്ചിട്ട് വികാസം ഉണ്ടാകണമെന്നില്ല, ഇനി അത് ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല അല്ലേ. ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. കേശവർദ്ധനവ്, രൂപത്തിലുള്ള വർധനവ്, പിണ്ടത്തിലുള്ള വർധനവ്, പരിപക്വനം സംഭവിക്കുന്നതോടെ നിലയ്ക്കുന്ന പ്രക്രിയ, ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. ഏതായിരിക്കും അവിടെ പെടാത്തത്? ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. ഇത് അനുസ്യൂതം നടക്കുന്നു എന്ന് പറയുമ്പോൾ വോംബ് ടു ടോംബ് ആണെങ്കിൽ അതെന്താണ്? വോംബ് ടു ടോംബ്. വോംബ് ടു ടോംബ് ആണെങ്കിൽ അതെന്തായിരിക്കാം? അത് ഡെവലപ്മെന്റ് ആണ് അല്ലെ, ഡെവലപ്മെന്റ് ആണ്. അത് ഓർത്ത് വെക്കാം. ഇനി വളർച്ചയുടെ എന്ന് പറയുമ്പോൾ ഒരു മെച്ചുറേഷൻ സ്റ്റേജ് എത്തുമ്പോൾ അല്ലെ, മെച്ചുറേഷൻ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് നിൽക്കും അല്ലെ. മെച്ചുറേഷൻ സ്റ്റേജ് എത്തുമ്പോൾ അത് നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? വികാസം അനുസ്യൂതമാണ്, ശരിയാണ് അല്ലെ. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അതും ശരിയാണ്. വികാസം പ്രവചനീയമാണ്, അതും ശരിയാണ്. വികാസം രേഖീയമാണ്, ശരിയാണോ? അല്ല, രേഖീയമല്ല. എന്താണ്? സ്പൈറൽ ആണ് അല്ലെ. സ്പൈറൽ ആണ്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വികാസവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളാം. വികാസം പാരമ്പര്യത്തിന്റെയും സാഹചര്യങ്ങളുടെയും ഉൽപ്പന്നമാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇതിൽ ഏതാണ് ശരി എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അതിനോടൊപ്പം തന്നെ ഗ്രോത്തിന്റെ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ഗ്രോത്തിന്റെ പ്രത്യേകതകളും കൂടി നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. അതും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കമന്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെന്റിന്റെ കുറച്ചധികം തിയറീസുകളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസുകൾ, പഠിക്കേണ്ട തിയറീസുകൾ ഏതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കോളുക. കേറ്ററ്റിന്റെ റിസൾട്ടിന്റെ ഒരു ലിസ്റ്റാണ് ഇത്. ഇത്രയല്ല, നീണ്ട ഒരു ലിസ്റ്റാണ്. നമുക്ക് ഈ ഒരു ചെറിയ സ്ക്രീനിൽ ഒതുങ്ങുന്ന ഒരു ലിസ്റ്റ് ഒന്നുമല്ല നമ്മുടേത്. അപ്പോൾ നമുക്ക് അനവധി കുട്ടികൾ നമുക്ക് ഇവിടെ ക്വാളിഫൈ ആയി വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ടുള്ള കുറച്ച് അധികം കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങൾ ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടി അടുത്ത മീറ്റപ്പൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്തേക്കാം. ഇനി അതുകൂടാതെ നമുക്ക് ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേറ്ററ്റിൻ്റെ. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക, കേറ്ററ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 1ഉം 2ഉം 3ഉം 4ഉം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ വിത്ത് PDF നോട്ട്സുകൾ, അതിൻ്റെ എക്സാംസുകൾ ചെയ്ത് ഓരോ ക്ലാസ്സിൻ്റെയും അനുസരിച്ചുള്ള എക്സാംസ് ചെയ്താക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൂടാതെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ ആ ഒരു പഠനം ആരംഭിക്കുന്നത്. സിലബസിനനുസരിച്ച് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകളും. ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് എക്സാംസ് വീക്കിലി നിങ്ങൾക്ക് എക്സാംസുകളും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക 8590835668. താങ്ക് യു.